സാഹചര്യം ഉണ്ടായിരുന്നില്ല. പ്രതികൂല കാലാവസ്ഥയും പരിചയക്കുറവുണ്ടാവും. 10-20 വയസ്സുള്ള പയ്യൻ എന്ന് പറയുമ്പം 2 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഇതുവരെ നമ്മളെ കാണിച്ചിട്ടില്ല. ചോദിച്ചിട്ടുണ്ട്. 18 വയസ്സേ ഉള്ളൂ അല്ലേ? 6 മാസം അതായത് 1-ാം വർഷം MBBS വരിക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 20 വയസ്സ് നമുക്ക് പരമാവധി കൂട്ടാം. ഇതിൻ്റെ ലൈസൻസ് ഞങ്ങൾക്ക് വിധേയമാക്കിയിട്ടില്ല. അത് നോക്കിയിട്ട് അതിനെക്കുറിച്ച് പറയാം. അത് ഡോക്യുമെൻറ്റേഷൻ സൈഡ് ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ അത് വണ്ടി ആരുടെയാണ്, അത് എന്തിന് ഇവരെടുത്തു, ഇത് ഏത് ബേസിലാണ് ഇവർ ഉപയോഗിച്ചത്, എന്താണ് ഇവരുമായിട്ടുള്ളൊരു നെക്സസ്, അത് മറ്റൊരു തരത്തിൽ അന്വേഷിക്കേണ്ട വിഷയമാണ്. ഫിറ്റ്നസ് 15 വർഷത്തേക്കുള്ള സ്വകാര്യ വണ്ടിയല്ലേ. ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് വാലിഡ്. 2-ാം മാസം വരെ ഇൻഷുറൻസ് വാലിഡാണ്. തേർഡ് പാർട്ടി ആയിരിക്കും ഇൻഷുറൻസ് ഉണ്ടാവുന്നത്. 14 വർഷം പഴക്കമുള്ള വണ്ടിയല്ലേ, അങ്ങനെയൊക്കെ തന്നെ ഇരിക്കത്തുള്ളൂ. 14 വർഷം പഴക്കമുള്ള വണ്ടി. വണ്ടിയുടെ ഓവർലോഡിങ്, വണ്ടിയുടെ പഴക്കം, ഇവിടുത്തെ കാലാവസ്ഥ, റോഡിലെ ജലപാളികളുടെ അംശം, ഇവയെല്ലാം ഈ ആക്സിഡൻറ്റിലേക്ക് നയിച്ചു. ഓവർലോഡ് ആയിരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, 5 പേര് പുറകിലത്തെ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് പറയുമ്പം വണ്ടിയിലൊക്കെ ആയിരിക്കും ഇരുന്നത്. അതൊക്കെ ഇതിൻ്റെ തീവ്രത കൂട്ടി, ആക്സിഡൻറ്റിൻ്റെ തീവ്രത, കാഷ്വാലിറ്റി കൂട്ടിയത് അതൊക്കെയാണ്. മാസ് കൂടിയില്ലേ വണ്ടിയുടെ, അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റിൽ എഫക്റ്റും കൂടി. ഒട്ടും ചോർന്നു പോയില്ല. ഇതിൻ്റെ കൊളീഷൻ്റെ എഫക്റ്റ് എല്ലാം ആ വണ്ടി തന്നെ കിട്ടി. തെന്നിപ്പോയിരുന്നെങ്കിൽ, തെറിച്ച് പോയിരുന്നെങ്കിൽ, ഒഴുകി മാറിയിരുന്നെങ്കിലൊക്കെ ഇതിനെ കുറയ്ക്കാനായേനെ, പരിക്കുകളോട് രക്ഷപ്പെടാൻ കഴിഞ്ഞേനെ. അതാ ഞാൻ പറഞ്ഞത്. അതാണ് ആൻറ്റി ലോക്ക് ബ്രേക്ക് സംവിധാനം ഇല്ല ഈ വണ്ടിക്കില്ല. നമ്മുടെ പുതിയ വാഹനങ്ങളിലെല്ലാം ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം പെട്ടെന്ന് വണ്ടി പിടിച്ചു നിൽക്കരുത്, വിട്ട് പിടിക്കണം. ഈ കേസിൽ അത് വർക്ക് ചെയ്യാതുകൊണ്ട് വീൽ ലോക്കായാൽ പിന്നെന്താ, ഈ വെലോസിറ്റി കാരണം ഇത് ഡ്രാഗ് ചെയ്യും. ഈ ഡ്രാഗ് ചെയ്ത് ഏതാണ്ട് ഒരു സൈഡ് കൊണ്ടാണ് ഇടിച്ചിരിക്കുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിലെ പില്ലറിലാണ് ഇടിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ പില്ലറിൽ ഇടിച്ചത് കൊണ്ടാണ്, പില്ലർ അല്ലെങ്കിൽ തൊട്ട് മുന്നിൽ ഇടിച്ചത് കൊണ്ടാണ് ഇമ്പാക്റ്റ് പുറത്തോട്ടില്ല. മറിച്ച് കൊളീഷൻ ആയിരുന്നെങ്കിൽ ഈ വീല് കൊണ്ട് തന്നെ പുറകോട്ട് ഓടിപ്പോയാൻ വണ്ടി. ഇത് അതിനും സാഹചര്യം കിട്ടിയില്ല. അതിനുള്ള ഒരു ഗ്യാപ്പ് അദ്ദേഹത്തിന് കിട്ടിയില്ല. പിന്നെ ഈ വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന ആ ദൃശ്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പരിശോധിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ കേട്ടതിൽ ഒരു ഒബ്ജക്റ്റ് കണ്ട് ഞാൻ മാറിയെന്നാണ് പറയുന്നത്. അതിൻ്റെ ഈ ഡ്രൈവർ മീൻസ് ഈ സ്റ്റുഡൻറ്റ് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് കണ്ട്, പക്ഷേ അവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ല. ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കണം. ഞങ്ങൾ ഓഫീസിൽ ഇരുന്നിട്ട് അതിൻ്റെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ പോകുന്നു. അവിടെ എന്തോ ഒരാളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നിട്ട് വലത്തോട്ട് തിരിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഇത് ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞു. അപ്പം പുള്ളി ആ സമയത്ത് ഡിഫെൻസീവ് എന്ന നിലയിൽ വലത്തേക്ക് വെട്ടിത്തിരിച്ചു. പക്ഷേ അപ്പോൾ സ്ഥലത്ത് വന്ന് പെട്ടെന്ന് വന്നവരാരും എന്നത് പറഞ്ഞിട്ടില്ല. പക്ഷേ അത് തമ്മിൽ ഗ്യാപ്പുണ്ട്. അതിനെ ഓവർടേക്ക് ചെയ്ത് വരാനാണെങ്കിൽ എപ്പോഴേ ലെഫ്റ്റ് കീപ്പ് ചെയ്യാൻ സമയമായി. പുറകിൽ വരുന്ന വെള്ളക്കാരനെ ആണെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്തിട്ട് നമുക്ക് ഇടത്തേക്ക് തന്നെ ചേരാൻ സമയം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ തന്നെ ആ ഓവർടേക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു മിനിമം ടൈം കഴിയുമ്പോൾ നമ്മൾ പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് വരുമല്ലോ. അത് വന്നിട്ടുമില്ല. ഇല്ല. റെൻ്റ് ക്യാബ് എന്ന് പറഞ്ഞ ഫെസിലിറ്റിയാണ് നമുക്ക് സ്റ്റേറ്റിലുള്ളത്. റെൻ്റ് ക്യാബ് ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്ന് വാഹനം എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാൻ നിയമമുണ്ട്. പക്ഷേ ഇതങ്ങനല്ല. ഇത് അൺഓതറൈസ്ഡ് ആയിട്ട് ഒരാൾ സ്വകാര്യ വണ്ടി വാങ്ങിച്ചിട്ട് ഇഷ്ടം പോലെ ചെയ്തിരിക്കുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഡ്രൈവ്സ് നടത്തുന്നുണ്ട്. അത് നിർത്തണം. അത് അദ്ദേഹത്തിന് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വിളിച്ചിരുന്നു, കിട്ടിയില്ല. പോലീസ് പ്രൈമറി ഏജൻസി എന്ന നിലയിൽ പോലീസ് തന്നെ എടുക്കും. അതീവ സ്പീഡിനുള്ള സ്കോപ്പ് കാണുന്നില്ല വീഡിയോയിൽ. നമ്മളങ്ങനെ കാണുന്നെങ്കിലും നമുക്കറിയാം ആ ജംഗ്ഷൻ, അതിന് മുമ്പ് ST കോളേജ്, അതിൻ്റെ ഫ്രണ്ടിൽ 2 കുഴിയും കുണ്ടും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ലൈറ്റ് സിഗ്നലുണ്ട്. ലൈറ്റ് സിഗ്നൽ ഇന്നലെ വർക്ക് ചെയ്തില്ലെന്ന് തോന്നുന്നു. എന്നാലും അവിടെ ഒരു പ്രിക്കോഷൻ എടുക്കാതെ നോർമലി ഒരാൾ വരത്തില്ല. പിന്നെ കുട്ടികളൊക്കെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളല്ലേ, അവർ ആ പ്രിക്കോഷൻ എടുത്തിട്ടായിരിക്കും അവിടുന്ന് വന്നത്. അപ്പോൾ അവിടുന്ന് ഇവിടെ എടുക്കുന്ന ഒരു സമയം പെട്ടെന്നൊരു ഹൈ സ്പീഡിലേക്ക് കയറാൻ പാകത്തിനുള്ള വണ്ടിയല്ലത്. അത്രയ്ക്കൊരു കപ്പാസിറ്റി ഉള്ള വണ്ടിയല്ല. ഒരു പ്രായം ആയ വണ്ടിയല്ലേ, 4 വർഷം പ്രായമായ വണ്ടിയല്ലേ. ഇവിടെ വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വെളിച്ചത്തിൻ്റെ ഒരു കുറവ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കൂറ്റം മരം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് മഴ പെയ്താലും കുറേ നേരം മരം പെയ്തുകൊണ്ടിരിക്കും.
അതുമൊക്കെ തെന്നലുണ്ടാക്കും. അതൊക്കെ റോഡിൽ ജലപാളികൾ ക്രിയേറ്റ് ചെയ്യും. ഹൈഡ്രോപ്ലെയിനിങ് എന്ന് പറയും. അതുമൊക്കെ ഇതിന് കാരണമായി. ഹൈഡ്രോപ്ലെയിനിങ് എന്ന് പറഞ്ഞാൽ വീലിനും റോഡിനും ഇടയിൽ ഒരു പാളി രൂപപ്പെടുകയും അത് ബ്രേക്കിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇഫക്റ്റിനെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ സ്കിഡിങ് ഉണ്ടാകുന്നത്. അതും ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നു. ഇതെല്ലാം ഈ 3-4 ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്നപ്പോഴായി സംഭവിച്ചത്. ഇമ്പാക്റ്റ് പങ്കുവെച്ച് പോകാനൊരു ഇടമില്ലാതായിപ്പോയി. അതെല്ലാം ഈ കുട്ടികൾ തലയിൽ പേറേണ്ടി വന്നു.